പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായൊരു അഭിഷേകത്തിന് വേണ്ടി ദാഹത്തോടെ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ശക്തിയായി, അഭിഷേകമായി, അഗ്നിയായി ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. ഒരു പുതിയ പെന്തക്കോസ്ത് ഞങ്ങളിൽ നിറയട്ടെ. പാവനാത്മാവേ, എൻ ജീവദായകനേ, ഇറങ്ങി നീവ, നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. പരിശുദ്ധാത്മാവെ, അഗ്നിശക്തിയായി ഇറങ്ങി നീവ, നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, എൻ ജീവദായകനേ, അഗ്നിയായി, കൃപയായി ഇറങ്ങി നീവ, നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഇറങ്ങി നീവ, നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. ദൈവവചനത്തിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടാൻ. ഇറങ്ങി നീവ, നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. ദൈവിക രഹസ്യങ്ങളെ ഉൾക്കൊള്ളാൻ തക്ക വിധം ഒരു ഒരുക്കൽ. ഇറങ്ങി നീവ, നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. ഞങ്ങളുടെ ചിന്തകളിലേക്ക്, ഓർമ്മകളിലേക്ക്, ഭാവനകളിലേക്ക്, വൈകാരിക തലങ്ങളിലേക്ക് നീവ, നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. ഞങ്ങളുടെ ബുദ്ധിയെ, മനസ്സിനെ, ആന്തരികേന്ദ്രിയങ്ങളെ സ്പർശിക്കണമേ. നീവ എൻ്റെ ഹൃദയത്തിൽ. പരിശുദ്ധാത്മാവെ, അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളുടെ യാചനാരൂപത്തിൽ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. വചനത്തിന് വേണ്ടി ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇറങ്ങി നീവ, നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീവ, നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, വചനത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ, വചനത്തോട് 100% വിശ്വസ്തത പുലർത്തുന്ന ജീവനങ്ങളായി ഞങ്ങൾ മാറാൻ അമ്മ മാതാവേ, ഞങ്ങൾക്കായി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ, പ്രത്യേകിച്ച് ജീവിതയാത്രയിലെ പല സന്ദർഭങ്ങളിലും വലിയ ദൈവിക ഇടപെടലുകൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. കർത്താവ് രക്ഷിച്ചു, കർത്താവ് അന്ന് കൂടെ നിന്നു, കർത്താവ് തൻ്റെ കരം പിടിച്ചു, കർത്താവ് എന്നെ സഹായിച്ചു എന്ന് ഒരുപാട് പേര് തങ്ങളുടെ ജീവിതാനുഭവങ്ങളെ ഏറ്റുപറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്: ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
വിശുദ്ധ യോഹന്നാൻ സ്ലീഹ, സ്നാപക യോഹന്നാന്റെ ശിഷ്യരിൽ ഒരുവനായിരുന്നു വിശുദ്ധ യോഹന്നാൻ സ്ലീഹ. ഈ സ്നാപക യോഹന്നാൻ തൻ്റെ 2 ശിഷ്യന്മാരോടുകൂടി നിൽക്കുമ്പോൾ ഈശോ നടന്നു വരുന്നത് കണ്ട് തൻ്റെ ഈ ശിഷ്യന്മാരോട് സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് കേട്ട് ഈ 2 ശിഷ്യന്മാർ ഈശോയെ അനുഗമിച്ചു. അതിലൊരാൾ യോഹന്നാൻ സ്ലീഹയാണ്. അപ്പോൾ തൻ്റെ പിന്നാലെ വരുന്ന ഈ 2 പേരുടെ നേരെ തിരിഞ്ഞു നിന്ന് ഈശോ ചോദിച്ചു, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അപ്പോൾ ഇവര് പറഞ്ഞു, ഗുരു, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? ഉടനെ ഈശോ പറഞ്ഞു, വന്നു കാണുക. അവർ അവനോടുകൂടെ അന്ന് താമസിച്ചു. ഓർക്കണം, ഈ യോഹന്നാൻ സ്ലീഹ അനേക വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം എഴുതി ചേർക്കുക സുവിശേഷത്തിന്റെ താളുകളിൽ. അപ്പോൾ ഈ അനേക വർഷങ്ങൾക്ക് ശേഷം ഈ യോഹന്നാൻ സ്ലീഹ പറയുകയാണ്, അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഈശോയെ കണ്ടുമുട്ടിയ സമയം, സ്ഥലം, ദിവസം മറന്നുപോകാതെ ഹൃദയത്തിൽ സൂക്ഷിച്ച ശിഷ്യനാണ് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ഈശോയെ ഈ യോഹന്നാൻ സ്ലീഹ പ്രഘോഷിക്കാൻ തുടങ്ങി. അതാണ് യോഹന്നാൻ സ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുക, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തിന് ഞങ്ങൾ സാക്ഷ്യം നൽകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ദൈവാനുഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക ഒരു രോഗശാന്തി അല്ലെങ്കിൽ ഒരു കടബാധ്യതയിൽ നിന്ന് മോചനം. അത് മാത്രമല്ല എന്നല്ല, അതിൽ നിലനിന്നാൽ അത് ദൈവാനുഭവമായിട്ട് കൂട്ടാൻ പറ്റില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ദൈവാനുഭവത്തിന് 4 സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുക. അത് നമ്മൾ വ്യക്തമായിട്ട് കാണും. വിശുദ്ധ ലൂക്കാ സുവിശേഷം 5-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളത് കാണും. ഗലീലി കടലിൽ രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ വലയിറക്കിയ ശിമയോൻ പത്രോസും കൂട്ടുകാരും, അവര് രാവെളുക്കുവോളം അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ രാവിലെ ഈ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അനുവാദം പോലും ചോദിക്കാതെ ഈശോ അവരുടെ വള്ളത്തിലേക്ക് കടന്നു ചെന്നു. ദൈവാനുഭവങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ആഗ്രഹത്തിൻ്റെയും നമ്മുടെ പ്രതീക്ഷയുടെയും ഒരു പ്രതിഫലം എന്നതിനേക്കാൾ ഉപരി പലപ്പോഴും അത് ദൈവത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ്. ഈശോ കടന്നു ചെന്നു. ആ വള്ളത്തിൽ ഇരുന്നു കൊണ്ട് ഈശോ ഈ ജനക്കൂട്ടത്തോട് സംസാരിച്ചു, അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ജനക്കൂട്ടത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ എന്ത് ചെയ്തു? ഈ ശിമയോൻ പത്രോസിന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, മീൻ പിടിക്കാൻ ആഴത്തിലേക്ക് വള്ളം നീക്കി മീൻ പിടിക്കാൻ വലയിറക്ക്. അപ്പോൾ ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാ, ഒന്നും കിട്ടിയിട്ടില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം. ഇവരെന്ത് ചെയ്തു? ഇവര് ഒരിക്കൽ കൂടി മീൻ പിടിക്കാൻ വലയിറക്കുകയാണ്. ഈ വല നിറയുവോളം മത്സ്യങ്ങളെ കിട്ടി. ദൈവാനുഭവം. ഈ വല നിറയുവോളം മത്സ്യങ്ങളെ കിട്ടി. ദൈവാനുഭവമാണ്. പക്ഷേ അത് ദൈവാനുഭവത്തിലേക്ക് വരുന്നത് എപ്പോഴാണെന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താ? ഈ വല നിറയുവോളം മീൻ കിട്ടിയാൽ നമ്മൾ ഈ മീൻകൊട്ടൻ ചുമന്നുകൊണ്ട് വിൽക്കാൻ പോകും. പക്ഷേ ശിമയോൻ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താ? ഈ വല നിറയുവോളം മത്സ്യങ്ങളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ശിമയോൻ പത്രോസ് നേരെ നോക്കിയത് ഈശോയിലേക്ക്. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. നമ്മുടെ നോട്ടം ഇപ്പോഴും ഈ അനുഗ്രഹങ്ങളിൽ മാത്രം. ഈശോയിലേക്ക് കണ്ണുകൾ ഉയർത്താൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളൊക്കെ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല എന്നർത്ഥം.
10 കുഷ്ഠരോഗികളിൽ 9 പേർക്കും സംഭവിച്ചത് ഇതേ അബദ്ധമാണ്. അതിൽ ഒരുവൻ മാത്രം ഈശോയെ അന്വേഷിച്ച് തിരികെ വന്നു. ശിമയോൻ പത്രോസ് ഈശോയിലേക്ക് നോക്കി, ഈശോയിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവൻ വിളിച്ചു, കർത്താവേ. ഒന്നാമത്തെ കാര്യം അതാ, തങ്ങളുടെ കൂടെ വസിക്കുന്ന, തൻ്റെ കൂടെ വന്നിരിക്കുന്ന ദൈവത്തെ, തന്നോടൊത്തു വസിക്കുന്ന ദൈവ സാന്നിധ്യത്തെ അവൻ തിരിച്ചറിഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പ് അതാ. രണ്ടാമത്, ദൈവത്തെ തിരിച്ചറിഞ്ഞവൻ അടുത്ത് പറയാണ്, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. തന്നെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. എൻ്റെ ബലഹീനതകള്, എൻ്റെ കുറവുകള്, എൻ്റെ പാപങ്ങള്, എൻ്റെ നിസ്സാരത ഞാൻ തിരിച്ചറിയും. ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ രണ്ടാമതുണ്ടാകുന്നത് നമ്മെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. നമ്മുടെ കുറവുകളും ബലഹീനതകളും നമ്മൾ തിരിച്ചറിയും. തിരിച്ചറിയുന്നു എന്ന് മാത്രമല്ല, അത് ഏറ്റു പറയുകയും ചെയ്യും. ഞാൻ ഒന്നുമല്ല, ഞാൻ നിസ്സാരനാണ്, ഞാൻ പാപിയാണ്, ഏറ്റു പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഏറ്റു പറഞ്ഞ അവന്റെ ജീവിതത്തിൽ ഈശോ പറയാണ്, ഭയപ്പെടേണ്ട, അത് വിശുദ്ധീകരണമാണ്. കുറവുകളെ തിരിച്ചറിഞ്ഞ് അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നവന്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുണ്ടാവുക. ഈശോ പറയുകയാണ്, നീ നിന്റെ കുറവുകളെ ഓർത്ത്, നിന്റെ ബലഹീനതകളെ ഓർത്ത് പേടിക്കണ്ട. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുക, നിനക്കെൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. ദൈവിക ശക്തി പ്രകടമാവുകയാണ്. ഇപ്പോ ഞാൻ എൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് അത് ദൈവസന്നിധിയിലേറ്റ് പറയുമ്പോ ഭയപ്പെടേണ്ട, വിശുദ്ധീകരണം സംഭവിക്കുകയാണ് അവിടെ. തുടർന്ന് പറയാണ്, ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. അതായത് ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ, ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ ദൈവം വ്യക്തമാക്കി കൊടുക്കുകയാണ്. നമുക്കറിയാം, ജെറമ്യ പ്രവചനം 29-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കും, നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഈ പദ്ധതി എന്ത് എന്ന് കർത്താവ് അവന് വെളിപ്പെടുത്തും. ഓർക്കുക, ദൈവത്തെ തിരിച്ചറിഞ്ഞ്, തന്നെ തിരിച്ചറിഞ്ഞ്, തൻ്റെ കുറവുകളും ബലഹീനതകളും ഏറ്റുപറയുന്നവന്റെ ജീവിതത്തിൽ ദൈവം വിശുദ്ധീകരിച്ചതിന് ശേഷമാണ് ഈ ദൈവിക വെളിപ്പെടുത്തൽ ഉണ്ടാകുക. എങ്കിൽ മാത്രമേ നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതി നമുക്ക് വെളിപ്പെടുകയുള്ളൂ, അത് നമ്മളിൽ പൂർണ്ണമാവുകയുള്ളൂ, അതിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേ യാഥാർത്ഥ്യം യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണും. യെശയ്യാ പ്രവാചകന് ഒരു ദൈവാനുഭവം ഉണ്ടായി. എന്താണ് ദൈവാനുഭവം? യെശയ്യാ പ്രവാചകൻ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ പ്രവാചകന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവർക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 കൊണ്ട് അവ മുഖം മറച്ചിരുന്നു, 2 കൊണ്ട് അവ പാദങ്ങൾ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ദൈവിക വെളിപ്പെടുത്തലാണ്. ദൈവമഹത്വം വെളിപ്പെട്ടു. ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോ, അഥവാ ദൈവിക മഹത്വം കണ്ടു കഴിഞ്ഞപ്പോ ഉടനെ പ്രവാചകൻ പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. ഓർക്കുക, ദൈവമഹത്വം ദർശിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ കുറവുകളെ തിരിച്ചറിയുക എന്നുള്ളത്. ദൈവാനുഭവം ഉണ്ടായി എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകളെ കുറിച്ച് ഒരു ബോധ്യവും കിട്ടിയിട്ടില്ല എങ്കിൽ ഓർക്കുക, ആ ദൈവാനുഭവം എന്ന് പറയുന്നത് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല. ദൈവത്തെ അല്ല നീ തിരിച്ചറിഞ്ഞത്, പിന്നെയോ ദൈവം തന്ന അനുഗ്രഹങ്ങളിലേക്ക് മാത്രമേ നീ നോക്കിയിട്ടുള്ളൂ. എൻ്റെ കുറവുകളെ ഞാൻ ഏറ്റുപറയുക. ഇവിടെ പ്രവാചകൻ തൻ്റെ കുറവുകളെ കുറിച്ച് ഏറ്റുപറയാൻ തുടങ്ങി. ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. ഉടനെ എന്ത് സംഭവിച്ചു? സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു,
ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധീകരണം സംഭവിക്കുക. തുടർന്ന് നമ്മൾ വചനത്തെ വായിക്കുകയാണ്. അപ്പോൾ കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നതായി ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? ഉടനെ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഇവയൊക്കെ നമ്മളിൽ ഫലം പുറപ്പെടുവിക്കേണ്ടത് ഈ ഒരു തലത്തിലാണ്. നമ്മുടെ വിശുദ്ധീകരണം സംഭവിക്കണം. അതിനൊന്നാമത് വേണ്ടത് ദൈവത്തെ തിരിച്ചറിയുക എന്നതാണ്. അനുഗ്രഹങ്ങളിൽ കണ്ണുടക്കി അനുഗ്രഹദാതാവിനെ മറന്നു പോകുന്നവരാകരുത്. ഈശോ 5 അപ്പം വർദ്ധിപ്പിച്ച് 5000 പേരെ തീറ്റിപ്പോറ്റി. പിറ്റേ ദിവസം ഈ ജനം ഈശോയെ അന്വേഷിച്ചു ചെന്നു. ഈശോയെ അന്വേഷിച്ചു ചെന്നപ്പോ ഈശോ പറഞ്ഞു, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. അനുഗ്രഹങ്ങളിൽ കണ്ണുടക്കി അനുഗ്രഹദാതാവിനെ മറക്കരുത്. നശ്വരമായ അപ്പം നോക്കി നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തെ മറന്നു പോകരുത്. തുടർന്ന് ഈശോ പറയുന്നത് മുഴുവൻ ജീവന്റെ അപ്പം എന്ന ദൈവിക രഹസ്യത്തെ കുറിച്ചാണ്. ഇതിന് സാക്ഷികളാകാൻ വേണ്ടിയാണ് ഈശോ ശിഷ്യന്മാരെ വിളിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ദൈവാനുഭവം ദൈവിക ദൗത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യുക. ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച എത്രയോ പേരുണ്ട്. ഈശോയുടെ ജീവിതകാലത്ത് എത്രയോ പേര് ഈശോയിൽ നിന്ന് അനുഗ്രഹം വാങ്ങി കടന്നുപോയി. പക്ഷേ സാക്ഷികളായി മാറിയതാരാ? കർത്താവിനെ തിരിച്ചറിഞ്ഞവരാ. അനുഗ്രഹം സ്വീകരിച്ചവരല്ല, കർത്താവിനെ തിരിച്ചറിഞ്ഞവരാണ് സാക്ഷികളായി മാറിയത്. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ഈ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവെ, അനുഗ്രഹങ്ങളിൽ കണ്ണുടക്കി അങ്ങയെ മറന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത് ഈ ഒരു പാളിച്ചയാണ്. അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? അവരെ ദൈവം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് മരുഭൂമിയിലൂടെ വഴി നടത്തി കാനാൻ ദേശത്ത് പ്രവേശിപ്പിച്ചു. തേനും പാലും ഒഴുകുന്ന ദേശം അവർക്ക് അവകാശമായി. ന്യായാധിപന്മാരുടെ പുസ്തകം മുതൽ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു തുടങ്ങും. ഇസ്രായേൽ ജനം ദൈവത്തെ മറന്നു. ഇസ്രായേൽ ജനം ദൈവത്തെ മറന്നു. അവർ പാപം ചെയ്തു. അവർ ബാലിനെ ആരാധിക്കാൻ തുടങ്ങി. ശത്രുക്കൾ വന്ന് ദേശം കൈവശമാക്കി. ദൈവത്തെ തിരിച്ചറിയാത്തടുത്ത്, ദൈവത്തെ മറക്കുന്നിടത്താണ് ജീവിതത്തിന്റെ തകർച്ചകൾ ആരംഭിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവാനുഭവങ്ങളെ മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും കർത്താവിനെ തിരിച്ചറിയുവാനും നമ്മെ തിരിച്ചറിഞ്ഞ് നമ്മളെ ദൈവസന്നിധിയിൽ ഭരമേൽപ്പിച്ചു കൊടുക്കാനും അങ്ങനെ ഈശോയുടെ സാക്ഷികളായി മാറുവാനും നമുക്ക് ആഗ്രഹിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക. ദിവ്യകാരുണ്യനാഥൻ നമ്മോട് കൂടെ വസിക്കുന്ന ഈ നിമിഷങ്ങളിൽ എല്ലാം മറന്ന് ജീവിതത്തെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പരിപൂർണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് നാഥനും രക്ഷകനുമായി ഈശോയെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശോയെ നമുക്ക് ആരാധിക്കാം. പൂർണ്ണ മനസ്സോടും കർത്താവെ ഞങ്ങൾ ആരാധിക്കുന്നു. പൂർണ്ണ ഹൃദയമോടും ആരാധിക്കുന്നു കർത്താവെ. പൂർണ്ണാത്മാവോടും ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കും. ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ നിന്ന് ഒരിക്കൽ കൂടി പാടാം. പൂർണ്ണ മനസ്സോടും കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടെ പൂർണ്ണാത്മാവോടും ആരാധിക്കുന്നു കർത്താവെ. യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെ വസിക്കുന്ന കർത്താവേ, പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആരാധിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയോട് സകല വിശുദ്ധരോടും ചേർന്ന്, പരിശുദ്ധ പരമമാ തിരുസഭയോട് ചേർന്ന്, ദിവ്യകാരുണ്യമേ സ്വർഗം മുഴുവനോടും ചേർന്ന് എന്നുമെന്നും അങ്ങേക്കാരാധന. കുടുംബത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമമാ ആഴമായ ദൈവാനുഭവത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് കാരുണ്യമേ എന്നുമെന്നും യുഗാന്ത്യം വരെ അങ്ങേക്കാരാധന. എന്നും കൂടെ ആയിരിക്കുന്ന കർത്താവിനെ ആരാധിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാം മറന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ കൊടുത്തുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലിയ ഹാലലിയ ഹാലലിയ. യേശുവേ ആരാധന ആരാധന. ഹാലലിയ 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 ഹാലലിയ. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹാലലിയ ആരാധന. ഹാലലിയ. ഗ്ലോറി 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 ഗ്ലോറി. ഹാലലിയ ഹാലലിയ ഹാലലിയ. യേശുവേ ആരാധന 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 ആരാധന. ഹാലലിയ 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 ഹാലലിയ. യേശുവേ ആരാധന 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 ആരാധന. ഹാലലിയ 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 ഹാലലിയ. ഒരു നിമിഷം കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ആഴമായ ഒരു ദൈവാനുഭവത്തിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ജീവിതത്തിൽ ദൈവിക ഇടപെടലുകളെല്ലാം സാക്ഷ്യ ജീവിതത്തിലേക്കുള്ള ഒരഭിഷേകമായി രൂപാന്തരം പ്രാപിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. അനുഗ്രഹങ്ങളെക്കാളുപരി അനുഗ്രഹദാതാവായ കർത്താവിനെ സ്നേഹിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളിലേക്കും ദൈവിക ഇടപെടൽ ഉണ്ടാകുവാൻ വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ ഇപ്പോൾ ദൈവികമായ ഒരഭിഷേക ശക്തി ഒഴുകിയിറങ്ങട്ടെ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് സ്തുതികളുടെ ആരവത്തോടെ ദിവ്യകാരുണ്യീശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങാം. ഹാലലിയ ഹാലലിയ. യേശുവേ ആരാധന 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 ആരാധന. ഹാലലിയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ ഹല്ലേലൂയ. പരിശുദ്ധ